സഖാവ് ടി.പി. ചന്ദ്രശേഖരന്റെ കേസിൽ ഹൈക്കോടതിയുടെ വിധി വന്നു. പ്രതികളെയെല്ലാം ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു. അവർക്ക് ഇനി പരോളില്ല. മുമ്പ് വെറുതെ വിട്ട 2 പേരെ കൂടി ശിക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അത് കോൺഗ്രസ് വലിയൊരു പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും അവരുടെ ജാഥയിലും റാലിയിലും എല്ലാം ഈ ഒരു കേസ് വളരെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതുപോലൊപ്പം തന്നെ KM ഷാജി, മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹം മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിമതപക്ഷ നേതാവെന്ന് നമുക്ക് പറയാം. കുഞ്ഞാലിക്കുട്ടിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നേതാവ് അദ്ദേഹവും പറഞ്ഞു. അതിനുശേഷം മുല്ലപ്പള്ളി കുറെ നാളായിട്ട് മൗനവ്രതത്തിലിരിക്കുന്ന മുല്ലപ്പള്ളിയും എണ്ണിച്ചു എന്ന് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാര് ഭയങ്കരമായിട്ട് ഷാജിക്ക് പിന്തുണ കൊടുത്തു. പക്ഷെ മുസ്ലിം ലീഗിലെ ശ്രദ്ധിക്കുക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഒരാൾ പോലും ഷാജിക്ക് പിന്തുണ കൊടുക്കുകയോ ഇതിലൊരു അഭിപ്രായം പറയുകയോ ചെയ്തില്ല. ഇന്ന് മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലും ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തും. അവര് മുമ്പ് മത്സരിച്ച സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. പക്ഷേ അവർ ഈ വിഷയത്തിൽ തൊട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. തൊട്ടിട്ടില്ല. കോൺഗ്രസ് വളരെ വൈഡായിട്ട് പറയുന്നു, പക്ഷെ മുസ്ലിം ലീഗ് തൊട്ടിട്ടില്ല. എന്തായിരിക്കും കാരണം? നമ്മൾ ഒരുപാട് വട്ടം ആരോപണം കേട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ CPM-ലേക്ക് ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് പറയാം. അരീർ ഷുക്കൂർ എന്ന് പറയുന്ന MSF-ന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇതുപോലൊരു ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് CPM-കാരാൽ കൊല്ലപ്പെട്ടത്. പാർട്ടി കോടതി വിധിയിൽ വെച്ചിട്ട് ഒരു പാടത്ത് വെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് അതിന്റെ വാർത്തകളൊക്കെ നമുക്ക് ലഭ്യമായത്. ആ ചെറുപ്പക്കാരൻ്റെ ആ വിദ്യാർത്ഥിയുടെ വാർഷികമായിരുന്നു ഫെബ്രുവരി 20. മുസ്ലിം ലീഗുകാർ ഒരാൾ MSF പരിപാടി സംഘടിപ്പിച്ചില്ല. യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് ഒന്നും ചെയ്തില്ല. ഷുക്കൂറിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നതല്ല. പെറ്റ വയറിനും കൂടപ്പറപ്പിനും കൂടെ കുറെ ചങ്കുകൾക്കും വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്, മനസ്സ് നീറുന്നുണ്ട്, പലരെയും തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര വേദനയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ടിട്ട് കുഞ്ഞാലിക്കുട്ടി ഷുക്കൂറിന്റെ മരണം വേദനിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് വീഡിയോയുമായി വന്നു. അതിനുശേഷം ഇപ്പോൾ ഈ 3-ാം സീറ്റ് വിവാദം. എന്താണ് 3-ാം സീറ്റ്? 3-ാം സീറ്റ് മുസ്ലിം ശരിക്കും കൊടുക്കാം, പക്ഷെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആരെയൊക്കെയോ ഭയന്നിട്ട് കോൺഗ്രസ് അത് കൊടുക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ടി.പി. ചന്ദ്രശേഖരൻ വധവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഹരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, കണ്ണൂരുകാരനാണ്. അദ്ദേഹം കെ സുധാകരന്റെ വലങ്കൈയാണ്. അദ്ദേഹം CMP-കാരൻ എന്തോ ആണ്. അദ്ദേഹം ഈ ഷാജിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഷാജി പറഞ്ഞത് മാത്രമല്ല, അതിലും വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. അന്വേഷണം പിണറായി വിജയനിലേക്ക് നീങ്ങുമെന്നായപ്പോൾ UDF-ലെ ഘടകകക്ഷിയിലെ ഒരു മന്ത്രി, പലർക്കും പാലമായി നിൽക്കുന്ന ഒരു മന്ത്രി പിണറായി വിജയനെ കൊടുക്കുകയാണെങ്കിൽ തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒതുക്കിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ P. ജയരാജനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ വധക്കേസിൽ അല്ലെങ്കിൽ കൊലപാതക കേസിൽ നിന്ന് ഒഴിവാക്കാൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രമുഖ നേതാവ് ശ്രമിച്ചുവെന്ന് പറയുകയുണ്ടായി. ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന യോഗത്തിൽ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബേ, ആ ചെമ്പങ്ങ് ഇറക്കി വെച്ചേരെ, CPM-ലേക്ക് വെക്കാൻ വെച്ചിരിക്കുന്ന ചെമ്പങ്ങ് ഇറക്കി വെച്ചേരെ. ആ ചെമ്പ് ഇപ്പോഴും അടുപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. 3-ാം സീറ്റ് വിവാദം കൊണ്ട് പ്രയോജനം ഉണ്ടായത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ CPM ബന്ധം ആരോപിച്ചിട്ടാണ് ഈ ഹംസ പാർട്ടി വിടുന്നത്. എന്നിട്ട് ഹംസ ഇപ്പൊ പൊന്നാനിയില് CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുന്നവരൊക്കെ പാർട്ടിന്ന് പുറത്താവുന്നു, നേരെ CPM-ൽ പോകുന്നു. എന്തോ വിരോധാഭാസമാണെന്നല്ലേ. മുസ്ലിം ലീഗ് മുമ്പും ഇതുപോലെ രാഷ്ട്രീയ പ്രചരണങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയം വെച്ചിട്ടുള്ള കളികളോ ഒന്നും കളിച്ചിട്ടില്ല. ഒന്നെങ്കിൽ മുസ്ലിം ലീഗിനകത്തെ തീവ്ര നിലപാടുകാരെ മാറ്റുക, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുക, ഒന്നത്. പിന്നെ ഇവർ കൊണ്ടുവന്ന കോളേജുകൾ, സ്കൂളുകൾ, റോഡുകൾ അതൊക്കെ പറഞ്ഞ് ഒറ്റുപിടിക്കുക, അല്ലാതെ ഇന്നിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. പിന്നെ യൂത്ത് ലീഗുകാർ പ്രസംഗിക്കുമ്പോൾ പറയും ഇന്ത്യൻ രാഷ്ട്രീയം, സാമൂഹിക അന്തരീക്ഷം, ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചു പോകും അല്ലെ. PK ഫിറോസ് ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു കുറച്ച് FIR പേപ്പറുമായിട്ട് വന്നൊരു വാർത്താ സമ്മേളനം നടത്തി.
അന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാ കേൾക്കുന്നത്, ഫിറോസെ ഒന്ന് അടങ്ങിയാൽ നമുക്കിപ്പോൾ ഇത് വേണ്ടാന്ന്. പിന്നെ ഫിറോസിനെ കണ്ടിട്ടേ ഇല്ല. ഫിറോസ് എവിടെ, ഒരു പിടിയില്ല ഫിറോസിന്റെ കാര്യത്തിൽ. ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം ലീഗ് സംഭവിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു പാലം CPM-ലേക്ക് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പാലത്തിലൂടെ CPM-നെ കൊണ്ടുപോകാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവ് ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന്റെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അണികൾക്ക് അല്ലെങ്കിൽ പാലക്കാട്ടെ അണികൾക്കൊന്നും അതിനോട് താല്പര്യമില്ല. ഈ മലപ്പുറത്ത് അണികൾക്ക് കോൺഗ്രസ് വേഴ്സസ് മുസ്ലിം ലീഗ് മത്സരമായതുകൊണ്ട് കോൺഗ്രസിനോട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർ CPM-ഉമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. മലപ്പുറത്തെ അണികൾക്ക് വിഷയമില്ല. മറ്റ് ജില്ലയിലെ അണികൾക്ക് ശക്തമായ അമർഷമുണ്ട്. അതാണ് CPM-ലേക്ക് പോവാതിരിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ഏക കാരണമെന്ന് പറയുന്നത്. എന്തായാലും ലീഗിന്റെ നേതാക്കന്മാരും എന്നും വലിയ സംഭവം. അവര് ഈ ഇലക്ഷൻ കഴിയുന്നവര് TP ചന്ദ്രശേഖരൻ എന്ന വാക്ക് പറയത്തില്ല, പറയാൻ അനുവദിക്കില്ല. അവർ ഈ മൗനം തുടരുക തന്നെ ചെയ്യും, കേവലമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. സമുദായത്തിന്റെ പേരിൽ സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്ന് സമുദായത്തിലെ ആളുകളുടെ വോട്ടും വാങ്ങിച്ച് സമസ്ത AP ഇന്ത്യക്കാരുടെ ഒക്കെ വോട്ട് മൊത്തത്തിൽ വാങ്ങിച്ച് ഒരു ധീരമായ നിലപാട് പോലും എടുക്കാതെ രാമക്ഷേത്രത്തെ പുകഴ്ത്താൻ മതേതര നിലപാടായി എന്ന് പറയുക, നല്ല ബിരിയാണി ചെമ്പും നല്ല കോഴി ബിരിയാണിയും നല്ല പൊത്തു ബിരിയാണിയൊക്കെ കഴിക്കുക, എമ്പക്കം വിറ്റിരിക്കുക. ശേഷം എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ CPM-ലേക്ക് പോവുക. ആരെങ്കിലും CPM-നെ എതിർത്ത് പറയുകയാണ്. ഇപ്പൊ ഷാജി പോലും CPM-നെ എതിർത്ത് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിക്കിട്ടൊരു കൊട്ടു കൊടുക്കാനാണെന്നുള്ള സത്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ലീഗുകാരെന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. CPM-കാരും ഒന്നും ചെയ്യില്ല എന്നോ വിശ്വാസത്തോടു കൂടി നാളെ കാണാം.